നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എല്ലാം പറഞ്ഞതുപോലെ കൊണ്ടുവയ്ക്കോ. എന്താ എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ. സാവിത്രി പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം എങ്ങനെ വേണമെന്ന് നമുക്ക് ആലോചിക്കാം. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ അച്ഛൻ വേണ്ട. അച്ഛനെ ഒഴിവാക്കേണ്ടത് എന്റെ ആവശ്യമായിരുന്നു. അതെല്ലാം വളരെ ഭംഗിയായി ഷൺമുഖം ചെയ്തു തന്നു. ഇനി ഇതൊന്നും ഒരിക്കലും പിടിക്കപ്പെടാതെ എങ്ങനെ രക്ഷപ്പെടാമെന്ന് ആലോചിക്കേണ്ടത്. ഇതൊക്കെ എങ്ങനെ പിടിക്കപ്പെടാനാ? അച്ഛന്റെ തിരോധാനത്തിൽ സ്നേഹനിധിയായ മകൾക്ക് പങ്കുണ്ടെന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ? ഇല്ല. ഒരു കാര്യം സത്യം, അച്ഛൻ ഏറ്റവും കൂടുതൽ വാത്സല്യം തന്നത് എനിക്ക്. അങ്ങനെ സ്നേഹം തരുന്ന തന്തമാർക്കിട്ട ഇങ്ങനെ 16ന്റെ പണി കൊടുക്കേണ്ടത്. പിന്നെ വാള് വിറ്റ് കിട്ടുന്ന പണത്തിന് എന്റെ ഷെയർ കുറെ കൂടെ കൂട്ടണം കേട്ടോ. എന്താ ബ്ലാക്ക് മെയിലിംഗ് ആണോ? എന്റെ ആവശ്യം ജനൂനല്ലേ. ഞാനല്ലേ ഈ റിസ്ക് എല്ലാം ഏറ്റെടുത്ത് ഇതെല്ലാം ചെയ്യുന്നത്. മറ്റൊരു ഗൗരവമുള്ള കാര്യമാണ്, കൈമളിനെ കാണാതെ വരുമ്പോ അന്വേഷണം തുടങ്ങും. അപ്പൊ ഇതെല്ലാം ചെയ്യുന്നത് മറ്റൊരാളാണെന്ന് വരുത്തി തീർത്താൽ ഒരു കാരണവശാലും നമ്മുടെ നേരെ സംശയം വരില്ല. എന്താ സാവിത്രി ആലോചിക്കുന്നത്? ഇപ്പൊ അമ്മയ്ക്ക് സംശയമുള്ള ഒരാളുണ്ട്. നമുക്കിത് അവരുടെ തലയിൽ വെക്കാം. ആരാത്? മീനാക്ഷി. അല്ല, അവൾ സാവിത്രിയുടെ മരുമോളല്ല. എന്ത് മരുമകള്? അങ്ങനെയാണെങ്കിൽ അത് ബുദ്ധിപൂർവം കൈകാര്യം ചെയ്യണം. അവനും ഈ ചെമ്പകമംഗലവും തമ്മിലുള്ള ബന്ധം എന്നേക്കുമായി അവസാനിപ്പിക്കണം. കുഞ്ഞെവിടെയാണോ അവിടേക്ക് അവള് പോകും. ആ കുഞ്ഞിനെ ചെമ്പകമംഗലത്തു നിന്ന് മാറ്റണം. അതോടെ മീനാക്ഷി ഇവിടുന്ന് പോകും. ഷൺമുഖന്റെ സഹായം ഉണ്ടെങ്കിൽ ഇതെല്ലാം വളരെ നിസ്സാരമായിട്ട് നമുക്ക് ചെയ്യാം. എന്റെ സഹായം ഉറപ്പല്ലേ? അവനെന്താ ഇത്ര സംശയം? അല്ല, കുഞ്ഞിനെ എവിടേക്കാ മാറ്റുന്നത്? പറയാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.